അതെ അതെ. അഞ്ചരയുടെ ഷെയറും വർക്ക് കാണാൻ പോകാൻ പുറപ്പെടുക്കാൻ പോലാണ്. ഇത് രണ്ടും പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു നീതിശാസ്ത്രം നമ്മൾ ആ ഒരു ഇന്നൊന്നും നമ്മൾ തിരിച്ച് ഷെയറും വർക്ക് വാങ്ങാൻ ആര് നിങ്ങളെ ഏൽപ്പിച്ചു? ഇത് സംഘടനയാണോ കൊണ്ടുവന്നത് ഷെയറും വർക്ക്? അതെ അതെ. വലിയ ഷെയറും വർക്ക് കൊണ്ടുവന്നത്. അപ്പൊ അല്ല അതില് സംഭവം പേരോട് ഉസ്താദ് പറയണ വേറൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് നമ്മൾ തിരിച്ചു വാങ്ങിയതിന്റെ ശേഷം എസ്കക്കാർ പറഞ്ഞു ഞങ്ങൾ തന്നത് അത് ഷെയറെ മുബാറക്കല്ല, അത് വേറെ ഞങ്ങളെ രണ്ടെടുത്ത മുടിയായിരുന്നു, നിങ്ങൾ അതാ പ്രദർശിപ്പിച്ചത് എന്ന് പറഞ്ഞു. വാങ്ങിയിട്ട് 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. അതെ 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 അതെ. അത് ഓല് ഒരു ഇത് പറഞ്ഞതാണ്, ഓൽക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് അത്രേ ഉള്ളൂ. പക്ഷെ അതിൽ വേറെ രസമുണ്ട്. തിരിച്ച് കൊണ്ടുപോകും ഷെയറും വർക്ക്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഞാൻ പിറ്റേന്ന് ബോംബെയിലേക്ക് പോകുന്നുണ്ട്. എയർപോർട്ടിലേക്ക് അയച്ചതിന് ശേഷം ഞാൻ ബോംബെയിൽ പോയിട്ട് പിന്നെ എനിക്ക് അന്ന് പോകാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് എന്റെ ഉമ്മാന്റെ നാപ്പതാണ് ആ ദിവസം. അതിനുശേഷം ഞാൻ ബോംബെ പോയിട്ട് ഞാൻ എത്തിയതിനു ശേഷമാണ് അവരെ ബസ് തുറന്നത്. അതെ അതെ. എന്നിട്ട് പരിശോധിച്ച് ഷെയർ മുബാറക്ക് തന്നെയാണ് ഉണ്ടോന്ന് പരിശോധിച്ച് അല്ലാണ്ട് പരിശോധന ആവശ്യം ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ഇവർ കൊടുത്തതായതുകൊണ്ട് പരിശോധിച്ച് നോക്കി അത് പരിശോധിച്ചപ്പോൾ കൃത്യമായി മേലില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ട് എന്റെ ലാപ്ടോപ്പിൽ ഇന്നും ഞാനത് സൂക്ഷിക്കുന്നു. അതന്നല്ലേ. ഇത് പേരോടുത്താതിനെയും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഒന്ന് രണ്ടാമത്തെ നമുക്കിവിടെ ഷെയറും വർക്ക് തിരിച്ചേൽപ്പിക്കുമ്പോ എന്താണ് അവര് ലെറ്റർ എഴുതിക്കുന്നു. അതെ അതെ. എന്റെ കയ്യിലുണ്ട്. ഹോളി വയറെന്ന് പറഞ്ഞാൽ ലെറ്റർ ഉണ്ടല്ലോ. അതെ അതെ അതുണ്ട്. ആ ലെറ്റർ അവര് നമുക്ക് തന്ന ലെറ്ററാണ്. അപ്പൊ ഈ ഹോളി വയർ എന്ന് പറഞ്ഞ ലെറ്റർ വന്നാൽ നമ്മളെ വിശ്വാസം സ്ഥാപിക്കാതെ നമ്മൾ എന്താണ് നമ്മൾ വ്യത്യാസം എന്താ? പരിശോധന അല്ലല്ലോ. അതെ അതെ. പേരെടുത്ത പറഞ്ഞ കണക്കനുസരിച്ചിട്ട് നമ്മൾ ഒറ്റക്കാരായില്ലേ? അതെ അതെ. പരിശോധന നടത്തണം പറ്റില്ല. ഒരാൾ തന്നുകൊണ്ട് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. പരിശോധന നടത്തണം.